തുടങ്ങണ്ടേ? അത് നോക്ക്, ഫ്ലോർ ഒന്നും ക്ലീൻ അല്ല. ഞാൻ അവരെ വിളിച്ചു നോക്കുന്നു, ഇവിടെ ആരും വന്നിട്ടില്ല. ഒരു മാനേജറൊക്കെ ഉള്ളതാണ്. നമ്മുടെ സമയമൊക്കെയാണ്. കിച്ചു, ഇവിടെ ആരും ഇല്ല. ഇതൊന്നും ക്ലീൻ ചെയ്യാനൊന്നും ആരും ഇല്ല ഇവിടെ. അടുത്തത് നിങ്ങളെ സ്കിറ്റ് തന്നെ റെഡി ആയിക്കോ. എന്താ വിളിച്ചേ? എന്താണ് ഇതൊക്കെ? എന്താണ് നമ്മുടെ ഫ്ലോർ നോക്കത്? ഇക്കമാര് വന്നു, പക്രുചേട്ടൻ വന്നു. നമ്മളിങ്ങനെ റെസ്പോൺസിബിൾ ആയ എങ്ങനെയാണ്? സോറി കേട്ടോ, ഞാൻ കണ്ടില്ല. റെഡി ആയില്ലേ? ഇത് നിങ്ങൾ കാണണ്ടേ? നിങ്ങളല്ലേ ഇത് കാണേണ്ടത്? എന്താണ് ഞാൻ നിന്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഉത്തരവാദിത്തം ഇങ്ങനെ കാണിക്കരുത് സാറേ. കുറച്ച് ലേറ്റ് ആയി. എന്റെ ജോലിയാണ് എന്തോ ഞാൻ ഒരു 5 മിനിറ്റ്. ഞാൻ ശ്രീജ, ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഈ വീടിന്റെ ഈ ഫ്ലോറിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്. ഇനി ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ വേറെ ആളിനെ വെക്കും. അല്ലെ, ഇത് ഇങ്ങനെയാണെങ്കിൽ പറ്റില്ല. അങ്ങനെ പറയല്ലേ സാറേ. ചേച്ചി അങ്ങനെ പറയല്ലേ. വീട്ടിലെ ചേട്ടൻ കള്ളു കുടിക്കാനായിട്ട് കാശ് ചോദിച്ചോണ്ട് വന്ന് ഭയങ്കര ബഹളമായിരുന്നു. സാധനങ്ങളൊക്കെ വലിച്ചിട്ട് നശിപ്പിച്ച് പിള്ളേരൊക്കെ ആകെ കരച്ചിലും ബഹളമായിരുന്നു. എന്നെയും അടിച്ചു. അതുകൊണ്ട് താമസിച്ചത്. സാറിന് അറിയല്ലേ എന്റെ അവസ്ഥ. ജോലി ഇല്ലെങ്കിൽ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് പേഴ്സണൽ ഒരുപാട് കാര്യങ്ങൾ കാണും. പക്ഷെ ഇവിടെ ഒരുപാട് പേര് വന്ന് കണ്ടു. ഇക്കമാരൊക്കെ വന്ന് വെയിറ്റ് ചെയ്യുമല്ലോ. ഒരു 5 മിനിറ്റ്. ഇപ്പൊ തന്നെ സംഭവം എന്താ അറിയോ, ഇവരുടെ ഭർത്താവ് ഇച്ചിരി പ്രശ്നക്കാരനാണ്. അപ്പൊ തൊട്ടപ്പുറത്ത് താമസിക്കുന്നതാണ്. പക്ഷെ ഇടയ്ക്ക് ചിലപ്പോ വെള്ളം അടിച്ചിട്ട് വന്ന് ഇവരുടെ കാശ് ചോദിക്കാനൊക്കെ വരും. ചെറിയൊരു ബഹളമൊക്കെ ഉണ്ട്. ഒന്ന് വിചാരിക്കരുത്. നമ്മൾ ആൾക്കാരോട് പറഞ്ഞിട്ടല്ലോ. സോറി 2 മിനിറ്റ്. പണിക്കൊന്നും പോവത്തില്ലേ. അപ്പൊ ഇവിടുന്ന് കിട്ടണ പൈസ കൊണ്ടാ വീട് കഴിയണതേ. അപ്പൊ അതുകൊണ്ടാ പ്രശ്നം അറിയോ? വേഗം ഫിനിഷ് ചെയ്യൂ. കുഴപ്പമില്ല. നമുക്ക് ഒരു ദിവസം ഇത്ര ഇത് ഷൂട്ട് ചെയ്ത് തീർക്കണം. 5 മിനിറ്റ്. വേഗം ചെയ്യും. ശ്രീജ, നിന്റെ ഭർത്താവ് ഇങ്ങോട്ട് വരുന്നു. പറഞ്ഞുവിട്. ഞാൻ പറഞ്ഞു വിട്ടോളാം സാർ. പറഞ്ഞു വിട്ടോ. ഹലോ എങ്ങോട്ടാ? ഇത് ഫ്ലോറാണ്, ഷൂട്ട് ചെയ്യാൻ പോണേ. ഇറങ്ങി. ഏത് ഫ്ലോർ? എന്റെ ഭാര്യയുടെ നിനക്കെന്താ കാര്യം? ഞാൻ കുറെ നേരമായിട്ട് ഞാൻ അവിടെ ഒന്നുമില്ല. ഞാൻ ചെറിയൊരു വിഷയമാണ്. എന്റെ ഭാര്യയുടെ കാര്യം എന്താ? ഞാൻ പറഞ്ഞു വിട്ടോളാം സാറേ. പറഞ്ഞു വിട്ടാ നിനക്കൊള്ളാം. പറഞ്ഞോട്ടെ. നീ എന്തിനാ നീ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്താ ഉദ്ദേശം? എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്കൊരു 200 രൂപ വേണം. 200 രൂപയാ? എനിക്കൊരു 200 രൂപ വേണം. അങ്ങനെ തരാനൊന്നും പറ്റത്തൊന്നുമില്ല. നിങ്ങൾ 200 രൂപ എന്റെ എവിടെ പൈസ ഇരിക്കുന്നത്? നിന്റെ പൈസ ഇല്ലല്ലേ? ഇല്ല. എന്നാ പൈസ ഉണ്ടാക്കാൻ പറ്റും. നീ വിചാരിച്ച നടക്കും. ഞാൻ വിചാരിച്ച എങ്ങനെ നടക്കും? നീ ആ കോട്ടയം നാദിർഷയോട് ചോദിച്ചേ. കോട്ടയം നാദിർഷയാ? കോട്ടയം നാദിർഷയോട് ചോദിച്ചാ അവിടെ ഇരിപ്പുണ്ട്. നീ ചോദിച്ചേ. ഇവിടെ കോട്ടയം നസീർക്ക് ഇരിപ്പുണ്ട്, നാദിർഷയ്ക്ക് ഇരിപ്പുണ്ട്, പക്രു ചേട്ടനും ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ആളിവിടെ ഇല്ല. വേറെ ആളിപ്പുണ്ടോ? അവിടെ ഒരാളുണ്ടായിരുന്നു. എന്നാ ഒരു 300 രൂപ ചോദിച്ചേ. നീ ചോദിച്ചാ ഒരു പൈസ തരും. എനിക്ക് ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ലേ. 200 രൂപയല്ലേ ചോദിച്ചുള്ളൂ. നിങ്ങൾക്ക് നാണുണ്ടോ മനുഷ്യ? എന്താ നാണോ? അവരവിടെ എന്തിനാ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഹലോ അവരെന്താ പ്രശ്നം ഉണ്ടാക്കില്ല. നിങ്ങൾ നമുക്ക് തുടങ്ങണത്. ഞാൻ 200 രൂപ ചോദിച്ചുള്ളൂ. അത് തന്നില്ലെങ്കിൽ നാദിർഷയ്ക്ക് തന്നെയാണ് പ്രശ്നം. അല്ല, 200 രൂപ എന്നല്ല. 200 രൂപ എന്ന് ചോദിച്ചിട്ട് ഇവിടെ ഈ ഫ്ലോറിൽ ഒന്ന് കിടന്ന് വെള്ളം ഉണ്ടാക്കിയത്. അത് എന്റെ ഭാര്യയാണ്. ഞാൻ എന്റെ ഭാര്യയോടാണ് ചോദിച്ചത്. എനിക്ക് പൈസ തന്നില്ല. നാദിർഷയ്ക്ക് തന്നെയാണ് അതിന്റെ പ്രശ്നം. അതല്ല, നിങ്ങളിപ്പോ 200 രൂപ മേടിക്കണം എന്തിനാണ്? കുടിക്കാനല്ലേ? 24 മണിക്കൂറും കള്ളുകൂടിയാണ്. ഇല്ലല്ല, 24 മണിക്കൂറൊന്നും ഇല്ല. അല്ല, ഇതിനിടയിൽ ഇയാള് വേറെ കാര്യം പറഞ്ഞു. നാദിർഷയുടെ പ്രശ്നം എന്താ കാര്യം? എനിക്ക് പൈസ തന്നില്ല. നാദിർഷയ്ക്കാണ് പ്രശ്നം. എന്താ കാര്യം? ഞാനെന്താ പ്രശ്നം ഉണ്ടാക്കിയ? വെളിയിലൊരു BMW കാർ കിടപ്പില്ലേ? എനിക്ക് പൈസ തന്നില്ല. ഞാൻ അതിനകത്ത് ചില പൂക്കളൊക്കെ വരച്ചു വെക്കും. വരച്ചിട്ട് താനിങ്ങോട്ട് വാ. നിങ്ങൾ വെറുതെ അബദ്ധമൊന്നും കാണിക്കല്ലേ. നമ്മുടെ കുടുംബം വിറ്റാ പോലും അത് മേടിക്കാനുള്ള പൈസ കിട്ടൂല. എന്തിനാ കുടുംബം വെക്കുന്നത്? അതിപ്പോ പൈസ തന്നാ പോരെ. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടാ. പൈസ ഇല്ല, ഒന്നുമില്ല. പൊയ്ക്കേ അവിടുന്ന്. ഹലോ, അല്ല, എനിക്ക് മനസ്സിലാവത്തില്ലെന്നറിയോ. ഈ പൈസ കൊണ്ട് കുടിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഈ ബീവറയിൽ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇപ്പൊ നമ്മള് ഒരു ദോശ കഴിക്കുകയാണ് അല്ലെ, 3-4 രൂപയുടെ ദോശ മേടിച്ച് കഴിക്കുകയാണ്. അതിന്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ചമ്മന്തിയോ സാമ്പാറോ ഒക്കെ തരും. ഈ ബീവറയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഈ കുടിച്ചിട്ട്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ രാവിലെ എന്റെ വീട്ടിൽ നിന്ന് 2 കാലയിലാണ് ഇറങ്ങിപ്പോകുന്നത്. തിരിച്ച് ഞാൻ ബിവറേജിൽ നിന്ന് ഒരു സാധനം മേടിച്ച് അടിച്ചിട്ട് ഞാൻ 4 കാലയിലാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ 2 കാലിൽ അവർ ഓഫർ എനിക്ക് തരുന്നില്ലേ? അതെന്താണ് നിങ്ങൾ കാണാതെ പോകുന്നത്? എത്ര വർഷമായെന്നറിയോ സാർമാരെ ഞാൻ ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്? കഴിഞ്ഞ ദിവസം എന്താ ചെയ്തെന്നറിയോ? ഓടിക്കടന്ന് വെള്ളം അടിച്ചിട്ട് ഭയങ്കര നാണക്കേടല്ലേ. സ്വന്തം ഭർത്താവ് റോഡിൽ കിടക്കുന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സങ്കടം. എന്താ പ്രോബ്ലം അറിയോ? നിങ്ങൾ ഈ വഴിയിൽ വെള്ളം അടിച്ചെടുക്കുന്ന സമയത്ത് നൊരയുമ്പോഴത്തേക്ക് വരണ്ടെങ്കിലും പോയി ചെക്ക് ചെയ്യണം. വല്ല വേറെ വല്ല അസുഖം ഉണ്ടാവും. പിന്നെ ഉറപ്പായിട്ടുണ്ടാവും. ഈ നുരയും പറയുമ്പോൾ എന്താണ് സംഭവം എന്താണെന്ന് അറിയാമോ? ഞാൻ ബിവറേജിൽ പോയി ഒരു സാധനം എടുത്തിട്ട് അടിക്കാനായിട്ട് ഇങ്ങനെ വന്നപ്പോൾ ടച്ചിങ്സ് വേണമല്ലോ. ടച്ചിങ്സിന് വേണ്ടി ഞാൻ അടുത്ത കടയിൽ കയറി ഒരു ചെറിയ അച്ചാർ മേടിച്ചു. അച്ചാർ വാങ്ങിച്ച കൂട്ടത്തില് ഞാൻ ഒരു ചെറിയ കവറ് ഷാമ്പൂ മേടിച്ചു കുളിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഈ സാധനം അടിച്ചിട്ട് ടച്ചിങ്സ് മാറിപ്പോയി. ഞാൻ ഷാമ്പൂ ആണ് ടച്ചിങ്സ് ആണെന്നും പറഞ്ഞ് സേവിച്ചത്. അത് ഉള്ളിൽ കിടന്ന് ഇങ്ങനെ നുരയും പതയും
ഒരു കുടുംബം അത് അങ്ങനെ വന്നതാണ്, അല്ലാതെ എനിക്ക് യാതൊരു അസുഖമില്ല. എന്നാണ് നോക്കിയേ, എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. അല്ല ഈ റോഡിൽ ആരോഗ്യവാനാണ്. അല്ല റോഡിൽ കിടക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്താണാവോ ആ കുഞ്ഞു മനസ്സിൽ ഓർമ്മ വന്നത്? എന്റെ വീടിന്റെ അടുത്ത് ഒരാൾ അടിച്ച് ഓഫായിട്ട് കിടക്കുവാണ്. ഓഹോ, തുണി പോലും ഇല്ല, ഉടുതുണി പോലും ഇല്ലാതെ കിടക്കുവാ. അയ്യേ നാണക്കേട്. വരുന്നവരും പോകുന്നവരും ഒക്കെ കളിയാക്കുവാ. ഇത് തന്നെ പറഞ്ഞ അച്ഛയെ നാണക്കേട്, അച്ഛയെ നാണക്കേട്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പോയാൽ അങ്ങേക്കും ഈ കുഴപ്പമുണ്ടാവും, ഈ അവസ്ഥ വരും. അതെ, എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആ അവസ്ഥ വരില്ല സാർ. വരും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ആ സാധാ ഒരു മദ്യപാനിയല്ല, ഒരു നിലവാരം കുറഞ്ഞ മദ്യപാനിയല്ല. എനിക്ക് ദീർഘവീക്ഷണമുണ്ട്. ഇപ്പൊ നമ്മൾ മൊബൈൽ നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് എന്തിനാണ്? സേഫ്റ്റിക്ക് വേണ്ടിയല്ലേ? അതെ, അതെ. അതുപോലെ ഞാനും എന്റെ സേഫ്റ്റി പ്രിക്കോഷൻ എടുത്തിട്ടുണ്ട് സാർ. എന്ത് സേഫ്റ്റി പ്രിക്കോഷനാണ് എടുത്തിരിക്കുന്നത്? ഞാൻ എന്റെ ഈ ഷർട്ടും ഈ ലുങ്കിയും ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണ്, ഇത് അഴിഞ്ഞു പോവില്ല. കണ്ടോ കണ്ടോ, ഇത് ലിങ്കഡാണ്. സേഫ്റ്റി പ്രിക്കോഷൻ എടുത്തു കഴിഞ്ഞു സാർ. ഒരു കാര്യം ഞാൻ എനിക്ക് 200 രൂപ മേടിച്ചു തരാൻ പറ്റുമോ? ഒരു 200 രൂപയില്ല. നിങ്ങൾ ഇനി ഇങ്ങനെ എന്നെ നാണ് കെടുത്താനാണ് പ്ലാനെങ്കിൽ സത്യമായിട്ട് ഞാൻ വല്ല ട്രെയിനിന്റെ മുമ്പിൽ ചാടിച്ചാവും. അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി, അത് നമുക്ക് മാറ്റിയെടുക്കാം. പുള്ളിക്കാരിക്ക് എന്ത് സങ്കടം ഉണ്ടായിരിക്കും അത് ഇങ്ങനെ പറഞ്ഞു. ചേട്ടൻ എന്തൊക്കെ കേൾക്കുന്നുണ്ടോ? ഒരു സങ്കടവും ഇല്ല. ഞാൻ പറഞ്ഞിട്ട് ഇങ്ങേർക്ക് വല്ല അനക്കമുണ്ടാ? നിങ്ങൾ നോക്ക്, വല്ല അനക്കമുണ്ടാ ഇങ്ങേർക്ക്? ഞാൻ എന്തിനാണ് അനങ്ങുന്നത്? ഇവള് ട്രെയിനിന്റെ മുമ്പിൽ ചാകാൻ പോയി നിൽക്കില്ലേ? അപ്പൊ ഞാൻ അനങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ട്രെയിനല്ലേ അനങ്ങേണ്ടത്? എന്നാലല്ലേ ഉദ്ദേശിച്ച കാര്യം നടക്കത്തുള്ളൂ. രാവിലെ തന്നെ 200 രൂപയും ചോദിച്ചോണ്ട് വന്നേക്കുവാ. എന്താടി കുഴപ്പം? എന്താടി താടി ഉണ്ടെങ്കിൽ താടി പോട്ടടി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് കള്ളുകൂടി മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിൽ. ഇന്നത്തെ ദിവസം എന്താണെന്നറിയോ? എന്താണ്? നമ്മുടെ വിവാഹ വാർഷികം. സത്യം, ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസമാ. സാധാരണ ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് എന്തൊക്കെയാ മേടിച്ചു കൊടുക്കുന്നത്? ഞാൻ 200 രൂപ ചോദിച്ചാൽ നല്ല ദിവസം 200 രൂപ. അത് നല്ല കാര്യത്തിനാണോ ചോദിക്കുന്നത്? അല്ലല്ലോ. അല്ല വിവാഹ വാർഷികമാണെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. നമ്മള് ഇതുവരെ ഒന്നും മേടിച്ചു തന്നിട്ടില്ല പക്രുച്ചേട്ടാ. സാധാരണ ഭാര്യമാർക്ക് എന്തൊക്കെയാ മേടിച്ചു കൊടുക്കുന്നത്? മാല മേടിച്ചു കൊടുക്കും, വളം മേടിച്ചു കൊടുക്കും, നല്ല തിളങ്ങണ സാരി മേടിച്ചു കൊടുക്കും. ഞാൻ അതൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഒരു 50 പൈസയുടെ മിഠായി മേടിച്ചു തരാമല്ലോ ഇങ്ങർക്ക്. അതാ പറഞ്ഞ ഭാര്യ എന്തെങ്കിലും നമ്മള് കൊടുത്ത് ധരിപ്പിക്കണം. 50 പൈസയുടെ മിഠായി മേടിക്കാൻ ഒരുപാട് കടയിൽ പോയാണ് സാർ. അപ്പൊ ഒരൊറ്റ കടയിൽ 50 പൈസയുടെ മുട്ടായി ഇല്ല, എല്ലാം 1 രൂപ കുറഞ്ഞ മുട്ടായി ഇല്ല. എന്നിട്ട് എഴുതി വെച്ചേക്കുന്നു അൽപ്പൻ ലിബേന്ന്. 1 രൂപ 1 രൂപ കുറഞ്ഞ മുട്ടായി ഇല്ല. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിത് പറയണമെങ്കിൽ നിങ്ങൾ മനുഷ്യനായിരിക്കണം. നിങ്ങൾ മനുഷ്യനല്ല, നിങ്ങൾ മൃഗമാണ്. എന്റെ വിധി ഇവിടെ കിടന്ന് ഇങ്ങനെ തൂത്ത് ഈ കുടുംബം നോക്കാന്നുള്ളതാ. മതിയായി എനിക്ക് ജീവിച്ച്. ചേച്ചി പോലെ നമ്മൾക്ക് പറഞ്ഞു തീർക്കായിരുന്നു. എന്താടോ എന്തോന്ന് ചേട്ടാ കഷ്ടം. അല്ല ഞാൻ ഇച്ചിരി അലമ്പായില്ലേ? പിന്നെ മൊത്തത്തിൽ ഭയങ്കര അലമ്പാ. തന്റെ കൂടെ ഒക്കെ ജീവിക്കുന്നവരെ സമ്മതിക്കണം. ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇപ്പൊ എനിക്ക് ചെറിയൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. ഇപ്പൊ ഞാൻ അവളെ സന്തോഷിപ്പിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞ. അല്ല അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഭാര്യയ്ക്ക് എന്തെങ്കിലും സമ്മാനങ്ങളായിട്ട് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ മാലയോ വളയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് വാങ്ങിച്ച് അത് കൊണ്ടുപോയി അവരെ അണിയിച്ച് സന്തോഷിപ്പിക്കുക. അത്രേ ഉള്ളൂ. എന്നിട്ട് മുഖത്ത് നോക്കിയിട്ട് സുന്ദരിയാണെന്നൊക്കെ പറയേ. സുന്ദരിയാണെന്ന് പറഞ്ഞാൽ ഭർത്താവ് പറയണ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഏത് സ്ത്രീയാണുള്ളത്? അതിൽ വീഴും. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കൊടുക്ക് ചേട്ടാ, പാവല്ലേ. ഞാൻ അങ്ങനെ ചെയ്യാം. അതെ, സുന്ദരിയാ കേട്ടോ. ഇടക്ക് എന്ത് പരിപാടിയാണ് എന്നോട് കാണിച്ചത്? നിങ്ങളെയൊക്കെ വാക്ക് കേട്ടോണ്ട് ഞാൻ പോയി അവക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടതല്ല ഞാൻ വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് എനിക്ക് കിട്ടിയതോ? എനിക്ക് കിട്ടിയത് ചൂലിന് അടിയായിരുന്നല്ലേ. നിങ്ങൾ പറഞ്ഞത് കേട്ടോണ്ട് ഞാൻ ചെയ്തോണ്ടാ. മര്യാദക്ക് ജീവിച്ചിരുന്ന ഒരു പെണ്ണ, അതറിയാവോ? എന്താ പ്രശ്നം? കൊണ്ട് ധരിപ്പിക്കാൻ പറഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ സുന്ദരിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ എന്നെ വെറുതെ വിട്ടില്ല. എന്താ ചേട്ടൻ മേടിച്ചു കൊടുത്ത അത് പറയാ. ഞാൻ എന്താ വാങ്ങിച്ചു കൊടുത്തു? കാണാം, അവൾ ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇന്ന് ഞാനൊരു തീരുമാനം നിങ്ങളല്ലേ പറഞ്ഞത് ഭാര്യക്ക് നല്ലൊരു സമ്മാനം മേടിച്ചു കൊടുക്കണമെന്ന്. എന്നിട്ട് ഇങ്ങനെ എനിക്ക് മേടിച്ചെന്ന സമ്മാനം കണ്ടില്ലേ? കിട്ടി. ഇങ്ങനെ ഞാനിപ്പോ കൊല്ലണ്ടേ? ഇവിടെ പറഞ്ഞതിനകത്ത് വല്ല ശരിയുണ്ടോ? ഇവിടെ ഈ ഫ്ലോറിലൊക്കെ തൂക്കാൻ നടക്കുന്നതല്ലേ? ഇവക്ക് വല്ല കൊറോണയും പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദോഷം. ഇവിടെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ പി കൊറ്റ് മേടിച്ചു കൊടുത്തത്. അപ്പൊ ഞാൻ സ്നേഹമുള്ള ഒരു ഭർത്താവല്ലേ? അവൾ എന്നോട് ഇങ്ങനെ ചെയ്യാമോ? അത് ആണോ? അത് ശരിയാണോ? അത് ശരിയാ. അസുഖം വരാതിരിക്കാനല്ലേ? അത് ശരിയാ. നല്ല സ്നേഹമുള്ള ചേട്ടനായിരുന്നു. വെറുതെ തെറ്റിദ്ധരിച്ചു. മനസ്സിലായ കാര്യങ്ങള് മനസ്സിലായി. ഒരു 200 രൂപ എടുത്തേ. ഇനി എന്തിനാ 200 രൂപ? പി കിറ്റിന്റെ കാശ് കൊടുത്തിട്ടില്ല. ആണോ? ബാഗിലുണ്ട്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. ഇത്രേ ഉള്ളു ഈ പെണ്ണുങ്ങളുടെ കേസ്. നടക്കടി അങ്ങോട്ട്.
Gol,